ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻസിങ് ഡിസിഷൻ എന്ന ഏരിയയിൽ നിന്ന് മാത്രം കേരള PSC ഇതുവരെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോങ് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് ലോങ് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 367/2015 ചോദിച്ച ചോദ്യമാണ് ഇത്. ഓപ്ഷൻ എ ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഫിനാൻസിങ് ഡിസിഷൻ, ഓപ്ഷൻ സി ലിക്വിഡിറ്റി ഡിസിഷൻ, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലിക്വിഡിറ്റി ഡിസിഷനാണ്. അപ്പം ലോങ് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലാത്തത് ലിക്വിഡിറ്റി ഡിസിഷനാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഡിസിഷൻ എന്താണ്? ഷോർട്ട് ടൈം ആണ്. ഷോർട്ട് ടൈം ഫിനാൻസിങ് ഡിസിഷനാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻസിങ് ഡിസിഷൻ എന്ന ഏരിയ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ് ദ ഫോളോയിങ്. കാറ്റഗറി നമ്പർ 386/2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻസ് നോക്കാം. എ ഫിനാൻസിങ് പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, ബി ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിങ് ആൻഡ് സെയിൽസ് ഡിസിഷൻ, സി ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിവിഡൻഡ് ആൻഡ് ക്യാഷ് ഡിസിഷൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫിനാൻസിങ് ഡിസിഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 ഡിസിഷനാണ് ആക്ച്വലി ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഫിനാൻഷ്യലാണ്. ഫിനാൻഷ്യൽ ഡിസിഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി ഫിനാൻസിങ് ഡിസിഷൻ? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്നാണ്. കാറ്റഗറി നമ്പർ 406/2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാപിറ്റലൈസേഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബജറ്റിംഗ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ ആട്ടോ. ഏതെല്ലാമാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണ്? ദാറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെക്കിംഗ് ഓർഡർ തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത്. കാറ്റഗറി നമ്പർ 2/2015 ചോദിച്ചിരിക്കുന്ന അക്കൗണ്ട് ഓഫീസർ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. പെക്കിംഗ് ഓർഡർ തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത്. പെക്കിംഗ് ഓർഡർ തിയറി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ്. ഓപ്ഷൻ എ ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഓപ്ഷൻ സി വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷൻ. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷനാണ്. ഫിനാൻസിങ് ഡിസിഷനാണിത് പെക്കിംഗ് ഓർഡർ തിയറി. പെക്കിംഗ് ഓർഡർ തിയറി എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടെ പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ഫേം ഫിനാൻസ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ ഫേമും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ ഫിനാൻസ് ചെയ്യണം എന്നാണ് എന്ത് പെക്കിംഗ് ഓർഡർ തിയറിയിൽ പറയുന്നത്. അതായത് കമ്പനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെന്ന് വിചാരിക്കുക. കമ്പനിയുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്പനി ഏത് ഫിനാൻഷ്യൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അത് കമ്പനീൻ്റെ കയ്യിൽ ഒരുപാട് ഇൻറ്റേർണലി കുറച്ച് ഫണ്ട് ഉണ്ടാവും. ഇക്വിറ്റി ഷെയർ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് ഫിനാൻസ് ചെയ്യാം. അതേപോലെ ഡെപ്റ്റ്, കടമെടുത്തുകൊണ്ട് ഡെപ്റ്റിലൂടെ കമ്പനിക്ക് ഫിനാൻസ് ചെയ്യാം. അപ്പോൾ ഏത് സോഴ്സ് വേണം,
അല്ലെങ്കിൽ കമ്പനി ഏത് സോഴ്സാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യേണ്ടത് എന്ന ഓർഡറാണെന്ത് പെക്കിംഗ് ഓർഡർ തിയറിയിൽ പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ദ ഫേം പ്രിഫർ ടു ഫിനാൻസ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വേരിയസ് സോഴ്സ്. ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് കമ്പനി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫിനാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പനി എപ്പോഴും അവരുടെ ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നായിരിക്കണം ഫിനാൻസ് ചെയ്യേണ്ടത്. ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ്, അവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കണം കമ്പനി എപ്പോഴും ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഫസ്റ്റ് പ്രിഫർ ചെയ്യേണ്ടത്. എന്നാൽ രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? ഡെപ്റ്റ് ഫണ്ടുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഡെപ്റ്റ് ഉപയോഗിച്ച് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. ദെൻ തേർഡ് വൺ എന്താണ്? ഇക്വിറ്റി. അതിന് ശേഷം മാത്രമേ എന്താണ് ഇക്വിറ്റി ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് ഫിനാൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഡറാണെന്ത് ആക്ച്വലി ഈ പെക്കിംഗ് ഓർഡർ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പെക്കിംഗ് ഓർഡർ തിയറി എന്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ദാറ്റ്സ് റിലേറ്റഡ് ടു ദി ഫിനാൻസിങ് ഡെസിഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് ഡിസിഷൻ ഓഫ് ദി ഫിനാൻസ് മാനേജർ ഡിറ്റർമൈൻസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി എൻ്റർപ്രൈസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 025/2013 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഡിസിഷൻ ഓഫ് ദ ഫിനാൻസ് മാനേജർ ഡിറ്റർമിൻ, ഫിനാൻസ് മാനേജറുടെ ഏത് ഡിസിഷനാണ് ദാറ്റ് റിലേറ്റഡ് ടു ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി എൻ്റർപ്രൈസ്. അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്കും ബേസിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്നുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബജറ്റിംഗ് decision, option C investment decision and option D financing decision. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷൻ ആണ്. അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഡിസിഷൻ ഓവറോൾ അല്ലെങ്കിൽ എന്താണ് ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതായത് ഫിനാൻഷ്യൽ റിസ്ക്കും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏത് ഡിസിഷനിലൂടെയാണ്? ഫിനാൻസിങ് ഡിസിഷനിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Financial decision of a firm comprises of കാറ്റഗറി നമ്പർ 416/2014 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ചോദിച്ചിരിക്കുന്ന സെയിം ഏരിയയിൽ നിന്ന് തന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്തൊക്കെ ചേർന്നതാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫിനാൻസിങ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഡിസിഷൻ, ഓപ്ഷൻ സി ഫിനാൻസിങ് സെയിൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.